കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ശരീരം നുറുക്കി രക്തം ചൊരിഞ്ഞു, മരണശിക്ഷ ഏറ്റുവാങ്ങി. അതിലൂടെ നമ്മുടെ രക്ഷയെ നമുക്ക് രക്ഷ നേടിത്തന്നു. അതിന്റെ ഓർമ്മയ്ക്കായി ആണ് നമ്മൾ കർത്തൃമേശ ശുശ്രൂഷ ആചരിക്കുന്നത്. അല്ലെങ്കിൽ കർത്തൃമേശ ശുശ്രൂഷയുടെ ഒരു അർത്ഥം അതാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇത് പങ്കെടുക്കുമ്പോൾ നമ്മള് കാൽവരിയിലൂടെ നമുക്ക് കർത്താവ് നേടിത്തന്ന ആ രക്ഷയെ ഒരിക്കൽ കൂടെ അനുഭവിക്കുകയാണ്, അതൊരിക്കൽ കൂടെ പുതുക്കുകയാണ്. നമ്മളിലൂടെ ഒരു പുതിയ അനുഭവത്തിലേക്ക് നവീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസത്തോടെ നമ്മൾ പങ്കെടുക്കണമെന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ അതുവരെയുള്ള ജീവിതം എങ്ങനെയായിരുന്നാലും ചിലപ്പോൾ നമുക്ക് വീഴ്ചകൾ പറ്റാം, പിന്മാറിപ്പോയിരിക്കാം. പക്ഷെ എന്നാലും ഇന്ന് വീണ്ടും കർത്താവ് നമുക്ക് ഒരു അവസരം നൽകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ ഏറ്റുപറഞ്ഞ് ഒരു പുതുക്കം പ്രാപിക്കും. കർത്താവ് നേടി തന്നെ, നമ്മുടെ പ്രവൃത്തിയല്ല, കർത്താവ് കാലവറിയിൽ നേടി തന്നെ ആ രക്ഷയെ അത് നമ്മൾ വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ പ്രാപിക്കുകയാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവ് കാലവറിയിൽ തന്റെ രക്തം ചൊരിയുകയും മാംസം നുറുക്കുകയും ശരീരം വെടിഞ്ഞ് മരണത്തെ സ്വീകരിച്ച് നമുക്ക് വേണ്ടിയുള്ള മരണശിക്ഷ ഏറ്റെടുത്തത് കൊണ്ട് നമുക്ക് ലഭിച്ച രക്ഷ അതേ നമ്മൾ ഒരിക്കൽ കൂടെ വിശ്വാസത്താൽ പ്രാപിക്കുകയാണ്. വീണ്ടും നമ്മുടെ യോഗ്യതയല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഓരോ കർത്തമേശ സംസ്ഥയും നമ്മുടെ പുതുക്കത്തിന്റെ നവീകരണത്തിന്റെ ഇതിന് നമ്മളെ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ ഉറപ്പിക്കുന്ന അനുഭവമാണ് എന്ന് നമ്മൾ ഓർക്കണം. അതെ, ആ ഗൗരവത്തോടെ വേണം നമുക്ക് ഇതിൽ പങ്കെടുക്കുക. പിന്നെ അത് മാത്രമല്ല, അതുകൊണ്ട് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ തന്നെ ഉണ്ടായിരുന്നു, കാലമെടുത്തിരിക്കുന്നു, കർത്താവ് ഒരുക്കണമേ. അപ്പോൾ ആ ഒരുക്കത്തിന്റെ ഒരു ശുശ്രൂഷ നടക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നിരന്തരം പരിശോധിച്ച ദൈവസന്നിധിയിൽ വിശുദ്ധിയിൽ നിൽക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഒരുക്കമുള്ളവരാകുന്നത്. കർത്താവ് എപ്പോൾ വരുമെന്നുള്ളതോ നമ്മുടെ ജീവിതം എപ്പോൾ അവസാനിക്കും എന്നുള്ളതോ നമുക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ ഒരുങ്ങിയിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത് അറിയാൻ പാടില്ല എങ്കിൽ എന്ന് നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് പറ്റത്തില്ല. എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഏത് നിമിഷവും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് നമ്മളെ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ ദൈവത്തിലുണ്ട്. എന്നെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒരു മുന്നറിയിപ്പാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിന്റെ അതിന്റെ 22-23 വാക്യങ്ങളുള്ള ആ 22-23 വാക്യത്തിലുള്ളത് ഭയപ്പെടുന്ന ഒരു മുന്നറിയിപ്പാണ്. അത് ഒരുക്കമുള്ളവരാണെന്നൊക്കെ പറയുകയും നമ്മൾ ഒരുക്കമുണ്ടെന്നുള്ള തോന്നൽ നിൽക്കുകയും നമ്മൾ വളരെ ധൈര്യത്തോടെ ദൈവത്തിന് മുമ്പിലാകെ ചെല്ലുകയും ചെയ്യുമ്പോൾ കർത്താവ് പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അത് വെറുതെ പറയുകയല്ല. നമ്മൾ എങ്ങനെയാണ് അവിടെ ആ ആളുകളുടെ ആ ഒരു പ്രത്യേകത എന്ന് നോക്കണം. അതാണ് ഭയപ്പെടുത്തുന്നത്. എന്താണ്? അന്ന് പലരും എന്നോട് കർത്താവേ ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രവചിക്കുകയും പുറത്താക്കുകയും വീരപ്രവൃത്തികൾ ചെയ്തുവല്ലോ, അതുവരെ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് ഒരു നാളും നിങ്ങളെ എങ്ങനെ പറയുമെന്ന് എന്നാ ഒരു നാളും ഞാൻ അറിഞ്ഞിട്ടില്ല, അതോടൊപ്പം പ്രവർത്തിക്കുന്നവരെ തീർത്തു പറയും. തീർത്തു പറയും എന്നുള്ളത് കേൾക്കുമ്പോ വായിക്കുമ്പോ നമുക്കൊരു ഭയം തോന്നുന്നുണ്ടോ? വെറുതെ പറയല്ല, വെറുതെ ഇങ്ങനെ പറയുന്നവരെ അല്ല പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ് പറയുന്നത് ഞാൻ തീർത്ത് പറയും. നമ്മൾ ഈ തീർത്ത് പറയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മുടെ സാധാരണ ഭാഷയിൽ അവിടെ പിന്നെ ഒരു അപ്പീലില്ല, പിന്നെ ഒരു ചോദ്യവും പറഞ്ഞില്ല. തീർത്ത് പറയും. എപ്പോ നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല, എന്നെ വിട്ട് പോകുകയും ഞാൻ അവിടെ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു നാൾ പറഞ്ഞിട്ടില്ല. ആരോടായി പറയുന്നത്? നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ ഇതൊന്നും ചെയ്തപ്പോ നമ്മളെ ഒന്ന് ഓർത്ത് നോക്കി. നമ്മുടെ ആത്മീയ നിലവാരം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയും. നമ്മൾ സഭായോഗത്തിൽ വന്നിരിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചതുകൊണ്ടോ, നമ്മൾ ഒത്തിരി മീറ്റിങ്ങുകൾ പങ്കെടുത്തതുകൊണ്ടോ, നമ്മൾ പ്രസംഗിച്ചത് കൊണ്ടോ, ഇത് പറഞ്ഞതാണ് പ്രസംഗിച്ചവരെ കുറിച്ചും കൂടെ പറഞ്ഞിരിക്കുന്നത്. പ്രസംഗിച്ചത് കൊണ്ടോ, വചനം
വചന ശുശ്രൂഷ നടത്തിയത് കൊണ്ടോ വേറെ എന്തെല്ലാം ആത്മീയ പ്രവർത്തനം നടത്തിയാലും ഒരു കർത്താവിന്റെ മുമ്പാകെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു അപകടം ഉണ്ട്. എന്താണ്? ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ ഭയത്തോടെ ഓർക്കണം. എന്താണ് അവരോട് പറഞ്ഞത്? അവരുടെ ഉള്ളിൽ അക്രമം പ്രവർത്തിച്ചത്, അവരുടെ ഉള്ളിൽ പാപമുണ്ടായിരുന്നു. അതാണ് നമ്മളെ ഒരുപാട് ആത്മീയ പ്രവർത്തനം നടത്തുമ്പോഴും നമുക്ക് പിന്മാറി പോകാം. ഒരുപാട് ആത്മീയ പ്രവർത്തനം നടത്തുമ്പോൾ പോലും നമ്മുടെ ആത്മീയമായിട്ട് നമുക്ക് ശോഷണം ഉണ്ടാകും. ഞാൻ വ്യക്തിപരമായിട്ട് എല്ലാവരും പറയാം, ആത്മീയമായിട്ട് എന്റെ ജീവിതത്തിൽ ആത്മീയ ശോഷണം സംഭവിച്ച ഒരു സമയം എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് നല്ല ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ദൈവത്തിലേക്ക് നടക്കുമെന്നല്ലേ. ഈ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ജൂത ബൈബിളിന്റെ ട്രാൻസ്ലേഷൻ, ഞാൻ കുറെ ട്രാൻസ്ലേഷൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ സമയങ്ങളിലാണ് ഞാൻ കുറച്ച് ആത്മീയ ശോഷണം സംഭവിച്ച എന്റെ ജീവിതത്തിൽ. ജൂത ബൈബിൾ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് എന്റെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയേക്കാൾ കൂടുതൽ ഒരു പുറകോട്ട് പോയിട്ടേ ഉള്ളൂ, അല്ല ഒട്ടും ആത്മീയമായി വളർന്നിട്ടില്ല എന്നുള്ളത് ഞാൻ എന്റെ ആത്മപരിശോധനയിൽ മനസ്സിലായി. അപ്പോൾ സാധാരണ എനിക്ക് നോക്കിയാൽ എന്താണ്, ആ സമയങ്ങളിൽ കൂടുതൽ സമയവും അതിനായിട്ട് ചെലവഴിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് വളർച്ചയേക്കാൾ കൂടുതൽ ഒരു മുരടിപ്പാട് അനുഭവപ്പെട്ടു എന്നുള്ളത് വ്യക്തിപരമായിട്ട് എന്റെ പരിശോധനയിൽ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ സാക്ഷ്യമായിട്ട് പറയുകയാണ്. കാരണം ആ സമയത്ത് വേറെ പല കാര്യങ്ങളിൽ എന്റെ മനസ്സിൽ വ്യാപരിക്കുന്നുണ്ടായിരുന്നു. ആത്മീയമായിട്ടുള്ളൊരു ഫോക്കസ് നഷ്ടപ്പെട്ട ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ മനോഭാവത്തിലൊക്കെ ചില കാര്യങ്ങളിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ളത് ദൈവാത്മാവിന്റെ കൃപയാൽ നശിച്ചു പോയില്ല. കൃപയാൽ നശിച്ചു പോകാതിരുന്നത് ദൈവത്തിന്റെ കൃപ മാത്രം. പക്ഷെ ഞാൻ പറഞ്ഞത് ആത്മീയമായിട്ടൊരു ശോഷണമാണ് സംഭവിച്ചത്. നോക്കിയാൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് ഒരുപാട് എന്റെ ജോലി സമയത്ത് ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തുള്ള സമയമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഈ പഴയ നിയമം ട്രാൻസ്ലേഷൻ സമയത്തായിരുന്നു കുറെ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഞാൻ മുഴുവൻ സമയം ചെലവിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടിയായിരുന്നു. അതിനുവേണ്ടി ചെലവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബൈബിൾ വായിക്കും. അതിനകത്ത് ശരിക്കും അത് വായിക്കുമ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കൂടുതൽ അതല്ലേ പോകുന്നത്, കുറച്ചുകൂടി ദൈവം തന്നെ പോകുന്നത്. പക്ഷെ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് ആത്മീയമായിട്ടൊരു വളർച്ചയ്ക്ക് കൂടുതലൊരു ശോഷണമാണ് സംഭവിച്ചത്. അപ്പൊ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ആത്മീയ പ്രവർത്തനമൊന്നും നമ്മളെ ആത്മീയരാക്കുന്നില്ല, അല്ലെങ്കിൽ ആത്മീയരായി വളർത്തുന്നില്ല. നമ്മൾക്ക് ദൈവമായുള്ള നടപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ നടത്തുന്ന ഒരു ക്രിയയാണ്, അത് പ്രവൃത്തിയാണ്. അത് നമ്മളുടെ മനോഭാവത്തിനനുസരിച്ച്, നമ്മളുടെ സമർപ്പണത്തിനനുസരിച്ച്, നമ്മുടെ സത്യസന്ധതയ്ക്കനുസരിച്ച് ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് ആത്മീയമാണ്. അല്ലാതെ നമ്മുടെ ചില മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് ആത്മീയരായി വളരാൻ കഴിയത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമായ ബോധ്യം കിട്ടിയൊരു കാര്യമാണ് ഞാൻ എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്. നമ്മൾ പരിശോധിക്കണം എന്താണ് ഈ മാറ്റം. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ചില അപകടങ്ങളുണ്ട്. നമ്മൾ അറിയാതെ സംഭവിക്കുന്ന ചില പാപകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ മനസ്സിനെ കളങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ്, നമ്മുടെ മനസാക്ഷിയെ കളങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ. തിമോഥെയോസിൽ പറയുന്നുണ്ട്, ചിലർ തങ്ങളുടെ മനസാക്ഷിയെ നന്നായിട്ട് സൂക്ഷിക്കാത്തതിനാൽ വിശ്വാസം വിട്ടുപോയി. അവരുടെ മനസാക്ഷിയിൽ ചില കളങ്കങ്ങൾ നമ്മൾ അറിയാതെ പോകും. നമുക്ക് പ്രകടമായ ചില കാര്യങ്ങളാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ പോലും. ഇപ്പൊ അശ്ലീല ചിന്ത അല്ലെങ്കിൽ ദുർമോഹം, ലൈംഗികമായ ചിന്തകൾ വരുന്നത്, അതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ മനസ്സിൽ വന്നാൽ ഉടനെ നമ്മൾ അത് ഏറ്റുപറയും. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടന്ന് നമ്മളെ ചതിക്കാം. നമ്മൾ നോക്കുകയും ദൈവദൂതനായിരുന്ന ഒരു വ്യക്തി ഒരു നിമിഷം കൊണ്ട് എങ്ങനെയാണ് പിശാചായി മാറിയത്? അതെവിടെ ഉണ്ടായതാ? നിങ്ങൾ എവിടെയായിരുന്നു? മനസ്സിൽ ചെറിയ ചിന്തയിൽ വന്നതാണ്. അങ്ങനെയാണ് എസെക്കിയേൽ ഗ്രന്ഥത്തിൽ വായിക്കുന്ന. അവന്റെ ഹൃദയത്തിൽ അവൻ നിഗളിച്ചു എന്നാണ്. എസെക്കിയേൽ 38 എല്ലാവർക്കും അറിയാമല്ലോ വാക്യം. എസെക്കിയേൽ 28 നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ ട്രാൻസ്ലേഷനിൽ നിഗളിച്ചു എന്നാണ്, നിന്റെ ഹൃദയത്തിൽ നീ നിഗളിച്ചു എന്നാണ്. അതുപോലെ തന്നെ യെശയ്യാ പ്രവചനത്തിലെ 14 വായിക്കുന്നത് അവിടെ അവന്റെ ഹൃദയത്തിലാണ് അവന്റെ തെറ്റ്. എന്താണ്? ഹൃദയത്തിൽ അവൻ തെറ്റ് ചെയ്തേ ഉള്ളൂ. ഒരു നിമിഷം കൊണ്ടാണ് അവൻ വീണത്. അവിടെ അവൻ യെശയ്യാ പറയുന്നത് അവൻ ആ വീഴ്ച പറ്റുന്നത് വരെയും അവൻ നിഷ്കളങ്കനായിരുന്നു എന്നാണ്. വീഴ്ച പറ്റുന്നത് വരെ നിഷ്കളങ്കനായിരുന്നു. ഞാൻ ഒരു നിമിഷം കൊണ്ടവൻ വീണു, അത്രേ ഉള്ളൂ. ഒരു നിമിഷം മതി നമുക്ക് വീഴാൻ.
യെശയ്യാ പ്രവചനത്തിലും പറയുന്ന, യെശയ്യാ പ്രവചനം അതിന്റെ 14-ലല്ലേ? അതെ, 14 അരുണോദയ പുത്രനായ ഇങ്ങനെ പറയുന്ന വാക്യം 14-12 വാക്യം. അരുണോദയ പുത്ര പ്രഭാതത്തിന്റെ നക്ഷത്രമേ, നീ ആകാശത്തിൽ നിന്ന് വീണ് പോയത് എങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ എന്താണ് കാര്യം? നീ ഹൃദയത്തിൽ പറഞ്ഞത് എന്നല്ലേ 14 വാക്യത്തിന്റെ അവസാനം. 14 വാക്യം എന്താ? ഹൃദയത്തിൽ പറഞ്ഞു. രണ്ടും ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ ഒരു ചെറിയ കാര്യം നടന്നത്. ഹൃദയത്തിന്റെ ഒരു ചിന്ത വന്നതേ ഉള്ളൂ. എന്താണ്? ഒന്ന് നിഗളം, തന്റെ കഴിവിനെ കുറിച്ചും തന്റെ കഴിവിനെ കുറിച്ചും തന്റെ ആത്മീയമായിട്ടുള്ള നേട്ടത്തെ കുറിച്ച് താൻ ആരാണെന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്ത. അവൻ ആരായിരുന്നു? വലിയ ദൂതനായിരുന്നു, ദൈവദൂതനായിരുന്നു, പ്രധാന ദൂതനായിരുന്നു, അഗ്നിമയരഥനായിരുന്നു, അവൻ കെരൂബുകളുടെ ഇടയിൽ സഞ്ചരിച്ചവനായിരുന്നു, അവന് സൗന്ദര്യപൂർണ്ണനായിരുന്നു എന്നൊക്കെ എസെക്കിയേൽ വായിക്കുന്നു. അവരെല്ലാം തികഞ്ഞവരായിരുന്നു. ആ തികവാണ് അവനെ വന്ന് ഒരു നഗരത്തിലേക്ക് കൊണ്ടുപോയത്. അവന്റെ സ്വയം ബലത്തിലുള്ളൊരു നഗരം. അവൻ നഗരിച്ചു. ആ നിമിഷം അവൻ വീണു. മറ്റേ രണ്ടാമത് അവിടെ പറയുന്ന ഒരു മത്സരം. ആരോട്? അവന്റെ മേൽ വെച്ചിരിക്കുന്ന അധികാരിയായ ദൈവത്തോടുള്ള ഒരു മത്സരം. അതും ഹൃദയത്തിലാണ്. ഞാൻ ദൈവത്തെ പോലെ ആകും, ഞാൻ ദൈവത്തെ പോലെ ദൈവത്തിന് തുല്യനാകും എന്ന ഒരു ചിന്ത വന്നതേ ഉള്ളൂ. മനസ്സിന്റെ ഒരു ചിന്ത വന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ അവൻ ഈ ഭൂമിയിലേക്ക് വീണുപോയത് എങ്ങനെ? ഒറ്റയടി അപ്പോൾ തന്നെ വീണുപോയി. ചിന്ത വന്നപ്പോൾ അതാണ് ഞാൻ ഭയപ്പെടേണ്ടത്. നമ്മള് വിചാരിക്കുന്നത് ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് ആത്മീയാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ വീഴാനുള്ള ഒരു സാക്ഷ്യം, നമ്മൾ തിരിച്ചറിയാൻ പറ്റാത്ത ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ ആ ചിന്ത നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും? ചിന്ത നമ്മളെ എന്താക്കും? ദൈവദൂതനെ പിശാചാക്കിയ ഒരു ചിന്തയാണെങ്കിൽ നമ്മളെ പിന്നെന്താ? നമ്മളെ അതിനേക്കാൾ എത്രയോ വലിയ നാശത്തിലേക്കാക്കി നമ്മൾ പോകുന്നത്. ദൈവദൂതനായിരുന്നവൻ ഒരു ചിന്ത കൊണ്ട് അവൻ പിശാചായി മാറി, അവൻ സാത്താനായിട്ട് മാറി, അവൻ അന്ധകാരത്തിന്റെ ശക്തിയായി മാറി. വെളിച്ചമായിരുന്നത് അരുണോദയത്തിന്റെ പുത്ര, അവൻ ഇരുട്ടായിട്ട് മാറി, അവൻ അന്ധകാരത്തിന്റെ ശക്തിയായി മാറി. ഒറ്റ നിമിഷം കൊണ്ട്, ഒറ്റ ചിന്ത കൊണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര അധികം ഭയത്തോടെ ഇതിനെ കാണണം പ്രിയമുള്ളവരെ. നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളെയാണ് നമ്മൾ ഭയത്തോടെ കാണേണ്ടത്. നമുക്ക് പ്രകടമായ ചില പാപങ്ങളിൽ നിന്ന് രക്ഷ കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മൾ ധൈര്യപ്പെടരുത്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തവരെന്ന് ചിന്തിക്കരുത്. നമ്മൾ നിരന്തരം നമ്മളെ തന്നെ പരിശോധിക്കണം. മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ, നമ്മളിൽ അറിയാതെ മറഞ്ഞു കിടക്കുന്ന ഈ ദൃഢചിന്തകൾ, സ്വയബലത്തിന്റെ ചിന്തകൾ, മത്സരത്തിന്റെ ആത്മാവ്, ഇതുപോലെ വേറെ കാര്യമുണ്ട്. നമ്മുടെ മനോഭാവം, തെറ്റായിട്ടുള്ള മനോഭാവം, ആരോടെങ്കിലും തെറ്റായിട്ടുള്ള ചിന്തയുണ്ടെങ്കിൽ മറിഞ്ഞു കിടക്കുന്നതാണ്. നമ്മൾ അറിയത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടന്നാൽ തെറ്റായ മനോഭാവങ്ങൾ, അസൂയയുടെ മനോഭാവം, ഒരു പിണക്കത്തിന്റെ മനോഭാവം, ഇതൊക്കെ അറിയാതെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നതാണ്. പ്രകടമായിട്ടുള്ള പാപമാണെങ്കിൽ നമ്മൾ തിരിച്ചറിയും. പ്രകടമായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞില്ല, നമുക്കറിയാം ഈ ചീത്ത ചിന്തയാണ് അല്ലെങ്കിൽ ദുഷ്ചിന്തയാണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഒരു ചെറിയൊരു അസ്വസ്ഥ ഒരാളോടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് തന്നെ ഒരു ചെറിയൊരു ആത്മപ്രശംസന്റെ നിഗളം ഉണ്ടെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അത് നിഗളമാണെന്ന് നമ്മൾ അറിയത്തില്ല. ഇനി എന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ ചിന്തയാണ് നിഗളം. അല്ലെങ്കിൽ എനിക്കത് പറ്റും, അല്ലെങ്കിൽ ഞാനത് ചെയ്യും, അല്ലെങ്കിൽ ഞാനത് അങ്ങനെ അങ്ങോട്ടും അങ്ങനെ പ്രവർത്തിക്കും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ്. നമ്മുടെ മനസ്സിലെ തീരുമാനങ്ങളാണ് അത് നിഗളമായിട്ട് മാറുന്നത്. നമ്മുടെ അതിന്റെ സ്വയം ബുദ്ധിയിൽ എനിക്ക് ആ കഴിവുണ്ടല്ലോ, അതുകൊണ്ട് എനിക്കത് പറ്റും എന്ന് നമ്മൾ സ്വയം ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നിഗളം. അത് അറിയത്തില്ല നിഗളമാണെന്നത്. അത് നമ്മൾ അറിയാതെ വരുന്നു നിഗളമാണെന്നത്. അത് നമ്മുടെ സ്വയബലത്തിൽ നിന്ന് വരുന്ന ഒരു നിഗളത്തിന്റെ അനുഭവമാണെന്ന് നമ്മൾ അറിയാതെ പോകുന്നു. അതേപോലെ ഈ പറഞ്ഞ അധികാരത്തോടുള്ള ഒരു മത്സരം, ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന, ദൈവം നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന അധികാരങ്ങളോട് നമ്മൾ അറിയാതെ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരം പ്രകടമല്ല. പക്ഷെ എന്നാ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു പ്രയാസം, ഒരു കുറ്റം പറച്ചില്ല, അല്ലെങ്കിൽ ഒരു എന്നോട് അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരുമ്പോൾ അതിന്റെ ഒരു ചെറിയ മത്സരത്തിന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട് അവിടെ, ഒരു മത്സരത്തിന്റെ ആത്മാവ് അവിടെ ഉണ്ട്. അതൊക്കെ വരുത്തുന്നത് എന്താണ്? നമ്മുടെ വീഴ്ചയെ കൊണ്ടുവന്ന കാര്യങ്ങളായിട്ട് നമ്മൾ അറിയുന്നില്ല. നമ്മുടെ മനസ്സിൽ വരുന്ന ചില ചിന്തകൾ നമ്മളെ അറിയാതെ കളങ്കപ്പെടുത്തുന്നു, നമ്മുടെ മനസ്സാക്ഷിയെ കളങ്കപ്പെടുത്തുന്നു. അതുപോലെ വേറെ ചില കാര്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്, പിശാചിന്റെ വീഴ്ചയെ പറ്റിയ 2 കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. നിഗളവും സ്വയബലത്തിലുള്ള നിഗളം, സ്വയബലത്തിലുള്ള ആശ്രയം, അതാണ് ഒന്ന് കണ്ടത്. പിന്നൊന്ന് മത്സരം. എന്നാൽ അതുപോലെ തന്നെ മറിഞ്ഞു കിടക്കുന്ന വേറെ 1-2 കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. ഒന്ന് പണസ്നേഹം, അല്ലേ? പണസ്നേഹം. നമ്മൾ വിചാരിക്കുന്നത് നമുക്കൊന്നും വലിയ പണസ്നേഹം, നമ്മൾ പാവപ്പെട്ടവർ, നമ്മളിൽ ആചാരം തരാം, അതുകൊണ്ട് നമുക്ക് പണസ്നേഹം ഇല്ലെന്ന് വിചാരിക്കുന്നു. പണസ്നേഹം എല്ലാവർക്കും ഉണ്ട്. പണസ്നേഹം ഉണ്ടോന്നില്ലെന്നുള്ള എങ്ങനെ അറിയുന്നത്?
നമ്മൾ പണത്തെ നഷ്ടപ്പെടുത്തുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പണം കിട്ടാതെ പണം അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട കാശ് കിട്ടേണ്ട സന്ദർഭങ്ങളിൽ കാശ് കിട്ടാതെ പോയാലുള്ളൊരു വിഷമം അവിടെയാണ് മനസ്സിനെ കൊണ്ടുവരുന്നത് അറിയുന്നത്. സഹോദരന്മാർ പറയുന്നത് മീറ്റിങ്ങിന് പോയ ഒരു ദിവസം ഭയങ്കര പടിയായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പറയുമ്പോഴത്തേക്ക് പറയുന്നത് മീറ്റിങ്ങിന് പോകുമ്പോൾ ഭയങ്കര പണിയാണ്. അപ്പൊ പറയുമ്പോഴത്തേക്ക് നല്ല മനസ്സോട് പറയാം, അല്ലാതെയും പറയാം. ആ പറച്ചിനകത്ത് രണ്ട് രീതിയിലുണ്ട്. സങ്കടപ്പെട്ടത് പറയാം, എനിക്കത് നഷ്ടമില്ല, ഞാൻ ആ നഷ്ടത്തെ കണക്കാക്കുന്നില്ല, എനിക്ക് അതിന് വലിയ നേട്ടം കിട്ടി എന്നുള്ള മനോഭാവത്തോടുകൂടി അതിനെ പറയാം. അല്ലാതെ എന്ത് പറയാൻ എന്റെ ബ്രദറെ, മീറ്റിങ്ങിന് പോയി എല്ലാവർക്കും നല്ല പണി കിട്ടി, എനിക്ക് അതല്ല. പക്ഷെ നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ പണസ്നേഹത്തെയാണ്. നമ്മളിലുള്ള ആ പണസ്നേഹം ഉണ്ടോ എന്നുള്ളത് കണ്ടെത്താൻ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് തെളിവായിട്ട് വരും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ചില നഷ്ടം ഉണ്ടാകുമ്പോൾ, ചില നേട്ടം ഉണ്ടാകുമ്പോൾ നമ്മുടെ മനോഭാവത്തിലാണ് നമ്മുടെ പണസ്നേഹത്തെ വെളിവാകുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ പിന്മാറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ മക്കളുടെ കാര്യം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ മനസ്സിലാകമാണ് അവരുടെ പിന്മാറ്റത്തിന്റെ പ്രധാന കാര്യം എന്ന് പറയുന്നത്. കാര്യം അവരുടെ പിന്മാറ്റത്തിലേക്ക് അവരെ പ്രവാസത്തിലേക്ക് വിടാനുള്ള കാര്യമായിട്ട് ഒന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അവരുടെ ശാബത്ത് വർഷം അവർ ആചരിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. ശാബത്ത് വർഷം ആചരിക്കാതിന്റെ കാര്യം എന്താ? അവർക്ക് അത്രയും ഇങ്ങോട്ട് പോരട്ടെ എന്നുള്ള ഒരു വിചാരമായിരുന്നു. കർത്താവ് പറഞ്ഞു അതിന്റെ എങ്ങനെയാണ് സന്ദീപ് അവിടെ പറയുന്ന 6 വർഷം കഴിഞ്ഞിട്ട് 1 വർഷം പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവർ വിചാരിച്ചെന്താ ഇത് ഇങ്ങനെയൊക്കെ കേൾക്കും, ഈ 1 വർഷത്തെ നല്ല വിളവാ, അതുവരെ കിട്ടട്ടെ, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞെന്തിനാന്ന് ഓർത്തു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ആ കൃത്യം അത്രയും വർഷത്തേക്ക് അവരെ അത് വെറുതെ ശൂന്യമാക്കി. അവരെ അത് അവരുടെ വയലും മുന്തിരിത്തോട്ടമൊക്കെ ശൂന്യമായി കിടന്നു തന്നെയാണ് വായിക്കുന്നത്. അവർ ഇസ്രായേൽ മക്കളുടെ ആ വീഴ്ചയിലും ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ പണസ്നേഹമായിരുന്നു. ഈ ആദിമസഭയിലെ ഈ ദൈവത്തിന്റെ ശിക്ഷ വന്ന അനന്യാസിൻ സത്യരായിക്കും കള്ളത്തരം കാണിച്ചു എന്നുള്ളതുണ്ട്. പക്ഷെ അവരെ അത് പ്രേരിപ്പിച്ച അവരുടെ പുറകിലെ ആദ്യത്തെ ചേതവികാരം എന്താ? ദൈവാനുഗ്രഹം തന്നെ, പണസ്നേഹമല്ലേ. കുറച്ച് മാറ്റി വെക്കാൻ അവർക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? കള്ളത്തരം ഇവിടെ കാണിച്ചു, കാപിട്യം കാണിച്ചു, അതൊന്നും പറയും. പക്ഷെ അവരെ അതിനെ കൊണ്ടുവന്നതല്ലേ പണസ്നേഹമല്ലേ. എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും ശരിയായിട്ടുള്ളൊരു മനുഷ്യൻ, പക്ഷെ അവന്റെ ഉള്ളിൽ പണസ്നേഹം ഉണ്ടെങ്കിൽ തീർന്നു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യൻ, വളരെ ആത്മവിശ്വാസത്തോടെയാണ് വരുന്നത്. 16-ാം വാക്യം, 19-16. നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഞാൻ എന്ത് നന്മ പ്രവൃത്തിയാണ് ചെയ്യുന്നത്? നല്ലവൻ ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ. അതിന് യേശു മറുപടി, എന്നോട് നന്മയെ കുറിച്ച് ചോദിക്കുന്നത് എന്താ? നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. ജീവനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കൽപ്പനകളെ മുഴുവൻ അനുസരിക്കുക. അപ്പൊ കൽപ്പനകളെ മുഴുവൻ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യന്റെ മറുപടി എന്താ? കൊലയരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, പിതാവിനും മാതാവിനും ബഹുമാനിക്കുക, ആൾക്കാരിനെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിങ്ങനെയാണ് യേശു ഉത്തരം പറഞ്ഞത്. കൽപ്പനകളെല്ലാം അതൊക്കെയാണ്. ഇവയെല്ലാം ഞാൻ പാലിക്കുന്നുണ്ട്, ഇനിയും ഏതിനാണ് എനിക്ക് പോരായ്മയുള്ളത്? അപ്പോൾ യേശു പറഞ്ഞു എന്താ? നിനക്കുള്ള ബുക്കെയും വിറ്റ് അത് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ആ യുവാവ് സമ്പത്ത് ഉള്ളവനായിരുന്നുകൊണ്ട് ഇത് കേട്ട് വിറ്റവരായി അവിടെ വിട്ടു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയത്? കൽപ്പനകൾ മുഴുവൻ അനുസരിച്ചു എന്നുള്ളത് കൊണ്ട് അവന് നിത്യജീവനിലേക്കുള്ള വഴി മനസ്സിലായോ? നിത്യജീവനിലേക്ക് കിടക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചുകൊണ്ട് വലിയ ഗമ്യ വന്നതാ, വലിയ ആളെ പോലെയാ വന്നത്. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ കർത്താവ് ഇനി എന്ത് പറയാനാണെന്നുള്ള വിചാരത്തോട് തന്നെയാണ് വന്നത്. നിത്യജീവന്റെ വഴി എന്നാ ഇന്ന് പറഞ്ഞ് കേട്ടോക്കാം ഒന്ന്. എന്താണ് നിത്യജീവന്റെ വഴി എന്നതിലേക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാം അറിയാതെ എല്ലാം തികഞ്ഞവനായിട്ട് വലിയ ആത്മവിശ്വാസത്തോടെ വന്നവനോട് കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രത്തിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് മടങ്ങിപ്പോയി. നിരാശയോടുകൂടി മടങ്ങിപ്പോയി. അവൻ അത് കേട്ട് വളരെ ദുഃഖിതനായി മടങ്ങിപ്പോയി. എന്താണ് കാരണം? അവന്റെ ഉള്ളിലുണ്ടായിരുന്ന അതുകൊണ്ടാണ് നമ്മൾ അറിയുന്നില്ല നമ്മളിലുള്ള പണസ്നേഹം. സാഹിബ് അതിനെ കുറിച്ച് പറയുന്നില്ലേ പല കാര്യം, ചില കാര്യങ്ങളല്ല പണസ്നേഹം, അതുപോലെ തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് വേറെ പറയുന്നില്ലേ, ഈ ഉള്ളി തൊലി പൊളിക്കുന്ന പോലെ ആണെന്ന് പറയുന്നില്ല. ഒരു കാര്യം ഇതാണ് പണസ്നേഹത്തെ കുറിച്ചാണ്, സ്വയസ്നേഹത്തെ കുറിച്ച് പറയുന്നത്. പണസ്നേഹം നമ്മൾ അറിയുന്നില്ല നമ്മളിലുള്ള ജഡം, നമ്മളിലുള്ള പണത്തിന്റെ പണത്തോടുള്ള നമ്മുടെ മനോഭാവം, പണത്തോടുള്ള സ്നേഹം,
പണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഉള്ളിലുള്ള ആ കര നമ്മൾ അറിയുന്നില്ല. അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാര്യമാണ്. പൗലോസ് എന്താ പറയുന്നത്? ദിവ്യാഗ്രഹം സകല ദോഷത്തിന്റെയും വേരത്ര എന്നല്ലേ, വേരെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിൽ നിന്നാണ് എല്ലാം വരുന്നത്. ഈ പണസ്നേഹത്തിൽ നിന്നാണ് എല്ലാം വരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. പ്രിയമുള്ളവരെ, നമ്മൾ ദൂരത്തോടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ നെകളവും മത്സരവും പോലെ മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് പണത്തോടുള്ള മനോഭാവം, പണസ്നേഹം. ഇനി വേറെ ഒരു കാര്യം കൂടെ നമുക്ക് അറിയാം. എന്താണ്? ഒരു സ്നേഹം, ഒരു കാര്യം കൂടെ നമുക്ക് കാണാൻ പറ്റും. ഒരു കാര്യം കൂടെ നമുക്ക് സ്വയസ്നേഹമാണ് നമ്മുടെ ഇതൊക്കെ. നമുക്ക് മറഞ്ഞു കിടക്കുന്ന ഒരു ഭാവമാണ് ലോകത്തോടുള്ള മനോഭാവം. ലോകത്തോടുള്ള നമ്മുടെ മനോഭാവം നമ്മുടെ നെഗറ്റീവ് ഒരു കാര്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിലും നമ്മൾ അറിയാതെ പോകുന്നൊരു കാര്യമാണ് ഈ ലോകത്തോടുള്ള മനോഭാവം, ലോകസ്നേഹം. പൗലോസ് പറയുന്നു, ദേവാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഈ ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് ദൈവസഭയിൽ ഇരിക്കുന്നവരാരും ലോകത്തെ സ്നേഹിക്കാത്തവരാണെന്നാണ്. തെറ്റിദ്ധാരണയാണ്. ദൈവത്തിന്റെ സഭ വന്നിരിക്കുന്നതുകൊണ്ട് ഞായറാഴ്ച ദിവസം നല്ല ഭക്തന്മാരെ പോലെ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കുന്നില്ലെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ലോകത്തിന്റെ സ്നേഹം ഈ സഭായോഗത്തിൽ വന്നിരിക്കുന്നതുകൊണ്ട് വെളിവാകുന്ന ഒരു കാര്യവുമല്ല. പുറമെ ആർക്കും കാണാത്ത പോലെ നമ്മുടെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ് ലോകസ്നേഹം. ആണോ? ഞാനീ പറഞ്ഞ സത്യമാണോ? ലോകത്തോടുള്ള മനോഭാവം, ലോക വ്യവസ്ഥയോടുള്ള നമ്മുടെ സമീപനം, ലോകത്തിന്റെ ഇതും ചിന്തയിലെ മനോഭാവത്തിൽ വരുന്നൊരു കാര്യമാണ് ലോകസ്നേഹം. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമുക്ക് വാക്യം അറിയാം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാം. അങ്ങനെയാണോ ജീവിക്കുന്നത്? ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. പിന്നെ എവിടെയാണ് ജീവിക്കുന്നത്? ലോകത്ത് ജീവിക്കുന്നു. ഇതൊന്നും സ്നേഹിക്കാതെ ജീവിക്കാൻ പറ്റുമോ? എന്താ ഇതിന്റെ അർത്ഥം? ഉണ്ടോ? സ്നേഹിക്കരുത് എന്നാ പറഞ്ഞുള്ളൂ. എന്നാൽ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് അതിന്റെ അർത്ഥം എന്താണ്? അനുഭവിക്കരുതെന്നാണോ? ലോകത്തെയും ലോകത്തുള്ളതിനെയും സ്നേഹിക്കരുത് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അതിലങ്ങ് മതിമറന്ന് പോകരുത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വളരെ ലളിതമാണ്, അത്രയും വേണ്ട. മതിമറന്നൊന്നും പോകുന്നില്ല. നമ്മൾ അതിലൊന്നും വലിയ മുഴുകി പോകുന്നതുമല്ല. ലോകത്തിന്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അത് ലോക വ്യവസ്ഥയെല്ലാം മുഴുകി പോകുന്നവരെന്ന് പറഞ്ഞാൽ പാപത്തിൽ ജീവിക്കുന്നവരായിട്ട് പറയട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ. പിന്നെന്താണ് നമ്മുടെ ലോകസ്നേഹം? ലോകത്തോടുള്ള മനോഭാവത്തിൽ എന്താണ് നമ്മുടെ വീഴ്ച എവിടെയാണ് നിൽക്കുന്നത്? കാണുന്ന കാര്യം ലോകത്തെ കുറിച്ച് പറയുമ്പോൾ ആ വാക്യത്തിൽ തന്നെ ബാക്കി പറയുന്നുണ്ട്. ലോകം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? കൺമോഹം, ജനമോഹം, ജീവിതത്തിന്റെ പ്രതാപം. അപ്പോൾ നമ്മൾ ഈ ജനമോഹം എന്ന് പറയുന്നത് നമുക്ക് ഈ ഇഷ്ടമുള്ളതെല്ലാം തിന്നണമെന്ന് വിചാരിക്കുന്നത് ലോകത്തിന്റെ ഒരു ലോകമയത്വമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണമെന്ന് തോന്നുന്നു. അതൊരു ലോകമയത്വമാണ്. കണ്ണ് കാണുന്ന എല്ലാം വാങ്ങണമെന്ന് തോന്നുന്നത് ലോകമയത്വമാണ്. കണ്ണ് കണ്ട് ഇഷ്ടപ്പെടുന്ന എല്ലാം എനിക്ക് വേണമെന്ന് വിചാരിക്കുന്നത്. നല്ല വസ്ത്രത്തോടുള്ള ആസക്തി, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല കാര്യങ്ങളാണ്. അതൊരു ലോകമയത്വമാണ്. ഇനി അതെല്ലാം പോട്ടെ, അതൊന്നുമില്ല. മനുഷ്യരുടെ മുമ്പിലൊന്നും ഇച്ചിരി ആളാവണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ മുമ്പിൽ ഇച്ചിരി മറ്റുള്ളവരെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടുമെന്നുള്ള ആഗ്രഹമുണ്ടോ? അതെന്തോ? അതും ലോകമാണ്. ഇപ്പൊ പറഞ്ഞ ലോകത്തിന്റെ എന്താണ്? ജീവനത്തിന്റെ പ്രഭാവത്തിനകത്ത് വരുന്ന സാധനമാണ്. എന്ത്? ആളുകളുടെ മുമ്പിൽ ഒരു അംഗീകാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അതും ലോകമാണ്. അപ്പൊ അതെന്താ? അപ്പൊ ആദ്യത്തെ വാക്യത്തിലേക്കൊന്ന് പോകണം. ഇതെല്ലാം ലോകമാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അംശം നമ്മളിലുണ്ടെങ്കിൽ റിസൾട്ട് എന്താ? ലോകത്തെയും ലോകത്തുള്ളവരെയും സ്നേഹിക്കുന്നവൻ ഇന്ന് ദൈവത്തിന്റെ സ്നേഹം യാക്കോബ് പുസ്തകം പറയുന്നത് കുറച്ചുകൂടെ കടുപ്പത്തിന്. ലോകത്തെ അല്ലല്ല, ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവാകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും മനോഭാവത്തിലാകരുത്, മനസ്സിൽ മാത്രമേ ഉള്ളതുകൊണ്ട് അടുത്ത വാക്യം എന്താ അടുത്ത അതിന് ചേർന്ന് പറയുന്നത്? ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആകണ്ട. ലോകത്തിന്റെ സ്നേഹിതനാകണ്ട.
ലോകത്തിന്റെ വായിച്ചെല്ലാരും യാക്കോബ് ഏതാ വാക്യം എടുത്തിട്ട് ഏതാ വാക്യം? യാക്കോബ് 4 യാക്കോബ് 4:4. അതെ, ഇച്ഛിക്കാന്നുള്ളതിന്റെ ആദ്യം ആഗ്രഹം എന്ന് പറഞ്ഞത് ലോകത്തിന്റെ സ്നേഹിതനാകുന്ന അത് ലോകത്തെ സ്നേഹിക്കുന്നതിനാൽ ദൈവത്തിന്റെ ശത്രു ആകുന്നു പറഞ്ഞിട്ട് അടുത്തത് എന്താ? ലോകത്തെ സ്നേഹിക്കുവാൻ, ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവാണെന്നാണ്. ഗൗരവമുണ്ടോ? അതുമതി. നമ്മൾക്ക് ലോകത്തിന്റെ സ്നേഹിതനാകാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും മറ്റുള്ളവരുമായിട്ട് ഒത്തുതീർപ്പാവുകയും ഒക്കെ ചെയ്ത് ചില കാര്യങ്ങളെല്ലാം നമ്മൾ ലോകത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കും. ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അവരെ കൂടെ ഒന്ന് പ്ലീസ് ചെയ്യാം, അല്ലെങ്കിൽ അവരെ കൂടെ സന്തോഷിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ റിലേറ്റീവ്സിനെ, നമ്മുടെ ബന്ധുജനങ്ങളെ, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹിതന്മാരെ, നമ്മുടെ സമൂഹത്തിൽ ഇടപെടുന്നവരെയൊക്കെ അവരെ കൂടെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ സത്യസന്ധമായിട്ട് നമ്മളത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം അതിലൊരു കോംപ്രമൈസ് നമ്മളുടെ ഒരു സെൽഫിഷ്നെസ്സിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വാർത്ഥ ചിന്തയിൽ നിന്ന് വരുന്ന ഒരു കോംപ്രമൈസ് ആണെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്? അതിന്റെ ഫലം എന്താണ്? നമ്മൾ എവിടെ പോകുന്നു? ഏത് പൊസിഷനിൽ എത്തുന്നു? ദൈവത്തിന്റെ ശത്രുവാകുന്നു. അതിനേക്കാൾ നമ്മൾ പിന്മാറിപ്പോയെന്ന് പറയുന്നതിനേക്കാളും പിന്മാറിപ്പോയെന്ന് പറയുന്നത് കുറച്ചുകൂടെ ലളിതമാണ്. പക്ഷെ ഇതെന്താണ്? ദൈവത്തിന്റെ ശത്രുവാകുന്നു. എത്ര കടുപ്പമാണ്, എത്ര കഠിനമാണ്, എത്ര ഭയങ്കരമാണ്. ഇത്തരത്തിൽ നമ്മളെ തന്നെ പരിശോധിക്കുന്നുണ്ടോ? സത്യസന്ധതയുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ സത്യസന്ധതയുള്ളവരാണെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ടും നമ്മുടെ ഉള്ളിൽ വിവരിച്ച ദൈവം എവിടെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുള്ളത്? ഈ ഞാൻ പറഞ്ഞില്ലേ, പ്രകടമായ പാപങ്ങളല്ലാതെ മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങളിൽ, കളങ്കങ്ങളിൽ നിന്ന് നമ്മുടെ മനസാക്ഷിയെ അശുദ്ധമാക്കിയെന്ന വഴിയായി ദൈവത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് നീങ്ങി പോകാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ആ സാധ്യത നമ്മൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ തികഞ്ഞ സത്യസന്ധത പുലർത്തുന്നവരാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കത് കാണിച്ചു തരും. കണ്ണിനൊരു കരട് പോയാൽ അസ്വസ്ഥമാവുന്നത് പോലെ നമ്മുടെ മനസാക്ഷിയിൽ ഒരു കളങ്കം പറ്റിയാൽ നമ്മൾക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയം എല്ലാവരും അസ്വസ്ഥമാകും. ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ചെറിയൊരു കളങ്കം പോയിട്ട് നമ്മുടെ മനസാക്ഷിയിൽ പറ്റിയാൽ നമ്മൾ അസ്വസ്ഥരാകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ നഗരത്തിന്റെ അംശം ഉണ്ടായ, ചില മത്സരബുദ്ധി ഉണ്ടായ, ചില സ്വയംബലത്തിന്റെ ആശ്രയിച്ചാൽ നമ്മളുടെ മനസ്സിലൊരു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെറ്റക്കാര്യങ്ങളില്ല. ഇപ്പൊ ദുശ്ചിന്ത, അശുദ്ധ ചിന്ത, അല്ലെങ്കിൽ ഒരു കള്ളത്തരം പറഞ്ഞു, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാത്ത ഇത്തരത്തിലുള്ള ചില മനോഭാവങ്ങളിലുണ്ടാകുന്ന ചെറിയ കളങ്കങ്ങൾ അതുപോലും നമ്മൾ സത്യസന്ധരാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥ ഉണ്ടാക്കും. കണ്ണിൽ കരട് പോയാൽ നമുക്ക് എങ്ങനെ അസ്വസ്ഥ ഉണ്ടാകുന്നത്? നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത കണ്ണിൽ അതുപോലെ. അതാണ് പറഞ്ഞിട്ടില്ലേ, കണ്ണ് പോലെയാണ് മനസാക്ഷി എന്ന് പറയുന്നത്. മനസാക്ഷിയിൽ ഒരു ചെറിയ കളങ്കം പറ്റിയാൽ നമ്മുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവും. നമുക്ക് സഹിക്കാൻ, നമുക്ക് അത് തുടരാൻ പറ്റത്തില്ല. നമ്മളെ ഉടനെ തന്നെ കഴുകാൻ ശ്രമിക്കും, കഴുകും. പ്രിയമുള്ളവരെ, അതാണ് നമ്മളെ വിശുദ്ധിയിൽ നിർത്തുന്നത്. നമ്മളെ പ്രാർത്ഥിച്ചോണ്ട് കാര്യമില്ല. എന്ത് ഒരുക്കമുള്ളവരായിട്ട് നമ്മളെ നിർത്തണമേ എന്ന്. ഒരുക്കമുള്ളവരായിട്ട് നിർത്തണമെങ്കിൽ നമ്മൾ ഒരുക്കമുള്ളവരാകണം. കർത്താവിന്റെ ആദ്യ വരവിൽ കർത്താവിന് വഴി ഒരുക്കുവാനായിട്ട് ഏലിയാവിന്റെ ആത്മാവോടുകൂടി യോഹന്നാൻ സ്നാപകനെ അയച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമ സഭയ്ക്കാണ് ശുശ്രൂഷ എന്നുള്ളത് നമുക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായിട്ട് ജനത്തെ ഒരുക്കുന്ന ശുശ്രൂഷ ഇന്ന് നടക്കുന്നത് എവിടെയാണ്? ദൈവത്തിന്റെ സഭയിലാണ്, സഭയിലൂടെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇങ്ങനെ നമ്മളോട് പറയുന്നത്, നമ്മളെ ഇത് കേൾപ്പിക്കുന്നത്, നമ്മളോട് ഇത് ആഴത്തിൽ ഇടപെടുന്നത്. നമ്മൾ ആ സത്യസന്ധതയോടെ, നമ്മൾ ആ ഗൗരവത്തോടെ ഇതിനെ ഏറ്റെടുക്കണം. ഈ ഭയത്തെ നമ്മൾ ആ ഗൗരവത്തോടെ ഏറ്റെടുക്കണം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുന്നത് നമ്മൾ പറയുമ്പോഴുള്ള ഒരുക്കം ഈ നിമിഷവും ഒരുക്കുന്നവരായിരിക്കണം. ഓരോ നിമിഷം ഒരുക്കുന്നവരായിരിക്കണമെങ്കിൽ ഓരോ നിമിഷവും നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുന്നവരാകണം. ആ കഴുകൽ കിട്ടണമെങ്കിൽ നമ്മൾ സത്യസന്ധതയുള്ളവരായാൽ മതി. നാം സത്യസന്ധതയുള്ളവർ ദൈവമുമ്പാകെ തുറന്ന ഹൃദയത്തോടുകൂടി ശുദ്ധ മനസാക്ഷിയിൽ നിൽക്കണമെന്നുള്ള തികഞ്ഞ ബോധമുള്ളവരും അതിന് നിർബന്ധമുള്ളവരുമാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചെറിയ കളങ്കങ്ങളെ പോലും വലുതായി കാണിച്ചു തരും. അതെ, ചെറിയ കളങ്കത്തെ പോലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ കാണിച്ചു തരും. നമ്മുടെ ഹൃദയം അസ്വസ്ഥമാവും. നമുക്ക് കഴിവാനായിട്ട് സാധിക്കും, വേഗത്തിൽ കഴിവാൻ പറ്റും. അതാണ് നമ്മൾക്ക് ഉള്ള രക്ഷ. നമ്മൾ ആത്മീയമായി വളരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ ഹൃദയത്തിൽ മനസാക്ഷി, ശുദ്ധമായ മനസാക്ഷി സൂക്ഷിക്കുവാനുള്ള ഒരു നടത്തിപ്പ് നമുക്ക് എപ്പോഴും ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ദൈവത്തിന് ഭാഗം നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുണ്ടാവണം. ആ അനുഭവത്തോടുകൂടി നമുക്ക് ഈ കർത്തവ്യ ശുശ്രൂഷ. ഇന്ന് ദൈവത്തിന് ആത്മാ കർത്തവ്യ ശുശ്രൂഷ നമ്മളോട് പറയുന്നത്
കർത്താവ് നേരിടുന്ന രക്ഷ ഒരിക്കൽ കൂടി ഓർക്കുവാനാണ്. ആ ഓർക്കുന്നത് വെറുതെ ഓർക്കാൻ വേണ്ടിയല്ല, ആ രക്ഷയിലൂടെ നമ്മൾ ഒന്നുകൂടെ പൂർണ്ണ വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടിയിട്ടാണ്. ഈ നിമിഷവും പൂർണ്ണ വിശുദ്ധിയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് അവസരം നൽകുന്നു. നമുക്ക് ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പാകെ കരുണയ്ക്ക് മുമ്പാകെ താണിരുന്ന് നമുക്കത് ഏറ്റെടുക്കാം. മറന്നു കിടക്കുന്ന പാവങ്ങളെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവാത്മാവ് സഭയിൽ വചനത്തെ അയക്കുന്നു. സന്ധി പറഞ്ഞ ഒരു സ്കാനാണ് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്തി വരുന്നത് വചനത്തിന്റെ ശുശ്രൂഷ. അതിനെയാണ് നമ്മൾ പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത്. അതും ഞാൻ പറഞ്ഞു ഗുരുജനല്ലേ വാക്യം അതാണ് പറയുന്നത്. പ്രവചനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിന്റെ ഇന്ന് പല സഭകളിലും പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് വേറെ ഏതാണ്ടൊക്കെയാണ്. പ്രവചന ശുശ്രൂഷ ഉണ്ടെന്നും പ്രവാചകന്മാരുണ്ടെന്നും ഒക്കെ പറയുന്നത് വേറെ ഏതിനെയാണ്. പക്ഷെ ദൈവം പ്രവചന ശുശ്രൂഷ എന്ന് പറയുന്നത് നമ്മളിലുള്ള കുറവുകളെ വെളിപ്പെടുത്തി തരുന്ന, അല്ലെങ്കിൽ നമ്മളെ ദൈവത്തിലേക്ക് കൂടുതൽ ആത്മീയമായി വളർത്തുന്ന നടത്തുന്ന വചനത്തെ വെളിപ്പെടുത്തി വചനത്തെ കാണിച്ചിരുന്നതാണ് പ്രവചന ശുശ്രൂഷ. ആ പ്രവചന ശുശ്രൂഷയോടുള്ള നമ്മുടെ മനോഭാവവും ദൈവം വിലയിരുത്തുന്ന ഒരു കാര്യമാണ്. അവിടെയും ഒരു ചിന്ത നമ്മളെ മറഞ്ഞു കിടക്കുന്ന ഒരു ഭാവം ഉണ്ടാകാം. ഇതിനോടുള്ള മനോഭാവവും മറഞ്ഞു കിടക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ലയനവും മത്സരവും ലോകസ്നേഹവും പണസ്നേഹവും ഒക്കെ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ പ്രവാചക ശുശ്രൂഷയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇസ്രായേൽ ജനത്തിന് പറ്റിയ കുഴപ്പം അതായിരുന്നു. നമ്മൾ കഴിഞ്ഞ ബൈബിൾ അത് പറഞ്ഞത്. ഇസ്രായേൽ ജനം പ്രവാചകന്മാരോട് അവർക്കൊരു പ്രവാചക ശുശ്രൂഷയോട് അവർക്കൊരു വിലയില്ലായിരുന്നു. അവർ കേൾക്കും, അങ്ങനെ തന്നെ അത് നമുക്ക് സംഭവിക്കാം. അവരെ കുറിച്ച് പറയുന്നത് നമ്മൾ വായിച്ചായിരുന്നല്ലോ ദിനവൃത്താന്തത്തില്. അവർ യഹോവയുടെ ദൂതന്മാരെ അധിക്ഷേപിച്ചു, അവരുടെ വാക്കുകൾ നേരെ അവജ്ഞ കാട്ടി, അവർ പ്രവാചകന്മാരെ പരിഹസിച്ചു. 3 കാര്യങ്ങളാണ് അവരുടെ മേലെ ആരോപണമായിട്ട് വന്നത്. ദിനവൃത്താന്തത്തിലാണ് ഞാൻ വായിച്ചത്. ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം. അത് ഇവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവരുടെ വീഴ്ചയ്ക്ക് കാരണം പറയുന്ന വാക്യമാണ്. 2 ദിനവൃത്താന്തം 38-ന്റെ 16 വാക്യമാണ് ഞാൻ വായിച്ചത്. എനിക്കൊന്നുമില്ല അവിടെ അത് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ ജനത്തിന് പറ്റിയൊരു വീഴ്ച അതായിരുന്നു. അത് ആ വീഴ്ച നമുക്ക് സംഭവിക്കാം. പിന്നെ ശിക്ഷാവിധിയാണ്, ന്യായവിധിയാണ്. പ്രവാചക ശബ്ദത്തോട് നമ്മൾ ഗൗരവം കാണിച്ചില്ലെങ്കിൽ, ദൈവാനം സഭയിൽ കേൾപ്പിക്കുമ്പോൾ അതിനോട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, 2 ദിനവൃത്താന്തം 36 അതിന്റെ 16 വായിച്ചത്. അതുപോലും നമ്മൾ പുറമേ കാണിക്കണമെന്നില്ല. പുറമേ ഇല്ല, ഇത് ഹൃദയത്തിലാണ്. പുറമേ ഒന്നും വലിയ നമ്മൾ ആരെയൊന്നും നമ്മളൊന്നും പറയത്തില്ലായിരിക്കും, അധിക്ഷേപിക്കുക പരിഹസിക്കുക ഒന്നും ചെയ്യത്തില്ല. പക്ഷെ നമ്മുടെ മനസ്സിലോ ഇതൊക്കെ എത്ര കേട്ടതാണ്, ഇതുപോലെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ അത് നമ്മൾ അതിനോടുള്ള മനോഭാവമാണ്. ദൈവം ന്യായം വിധിക്കുന്നത് അവിടെയാണ്. ദൈവത്തിന് ന്യായവിധി അവിടെ വരികയാണ്. ഗൗരവത്തോടെ നമ്മൾ വചനത്തെ സ്വീകരിച്ചില്ല എങ്കിൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ മുമ്പാകെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നുള്ളത്, ഒരുപാട് കേട്ടിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് കൂടുതൽ ഉത്തരം പറയേണ്ടി വരും. കൂടുതൽ കേട്ടവർക്ക് കൂടുതൽ ന്യായവിധി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഭയപ്പെടേണ്ടത്. ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ താഴ്ത്താം. ഇന്ന് ഈ മുമ്പാകെ സത്യസന്ധതയോടെ ഒരു ആത്മപരിശോധന നടത്തി നമ്മളെ ഒരിക്കൽ കൂടെ പരിശോധിച്ച് കഴിയുവാനും അനുതാപത്തോടെ ഏറ്റുപറയുവാനും നമുക്ക് സമയമെടുക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഞാൻ നേരത്തെ പറഞ്ഞത് അത് നമ്മൾ അനുഭവിക്കണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ ആവസിക്കുമ്പോൾ നിരന്തരം നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ കാര്യം നടക്കും. എന്താണ്? ഒരു കണ്ണിൽ കരണ്ട് വീണതുപോലെ ഓരോ സമയത്തും മനസാക്ഷിയിൽ ഒരു കളങ്കം പറ്റിയാൽ നാം അസ്വസ്ഥരാകും. ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരാകണം. ആ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ഉറപ്പാക്കാൻ പറ്റും. എന്ത്? കർത്താവിന്റെ വരവിൽ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുമെന്ന്. കണ്ണിൽ കരടായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമോ? ഇല്ല, അപ്പൊ തന്നെ നമ്മൾ കഴിയും എന്ന് പറയുന്ന പോലെ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായാൽ അപ്പം തന്നെ നമ്മൾ അത് ഏറ്റുപറഞ്ഞ അനുഭവത്തോടുകൂടി ഏറ്റുപറഞ്ഞ് കഴിവ് പ്രാപിക്കും. അപ്പോൾ നമുക്ക് വിശുദ്ധിയിൽ നിൽക്കാൻ പറ്റും. എപ്പോഴും ഒരുക്കമുള്ളവരായിട്ട് നിൽക്കാൻ പറ്റും. കർത്താവ് എപ്പോൾ വന്നാലും ഞാൻ തയ്യാറാണെന്നുള്ള ഒരുക്കത്തോട് നിൽക്കാൻ നമുക്ക് കഴിയും. സത്യസന്ധതയുള്ളവരായിരിക്കാം നമ്മൾ സത്യസന്ധതയുള്ളവരാണെങ്കിൽ, ദൈവത്തിന് മുമ്പാകെ നമ്മൾ സത്യസന്ധതയോടുകൂടിയും ആവശ്യബോധത്തോടെയും നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിക്കുകയും ദൈവാത്മാവ് നമ്മുടെ മേൽ നിറയുകയും നമ്മളെ ഈ ഒരു അനുഭവത്തിലൂടെ നിരന്തരം നടത്തുകയും ചെയ്യും.
ഇന്നൊരു ഞായറാഴ്ച ദിവസം രാവിലെ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും നമ്മളെ ആ ഒരു വിധത്തിൽ നിർത്തുന്നു. ആ ഒരു കിരിവിരിപ്പ് മനസ്സിൽ, ആ ഒരു അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ പാളത്തടങ്ങം ഉണ്ടാകുമ്പോൾ, ഒരു ചെറിയ നഗരം ഉണ്ടാകുമ്പോൾ, ചെറിയൊരു പണസ്നേഹത്തിന്റെ ഒരു കാര്യം കണ്ടാൽ നമ്മൾ അറിയേണ്ട ദൈവം കണ്ടാൽ നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് തിരിച്ചറിയും. ഈ ഒരു അസ്വസ്ഥത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ എന്ത് വിളിക്കണം? നമ്മള് അസ്വസ്ഥത ഇല്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കണം? ഹൃദയം കഠിനപ്പെട്ടു, മരവിച്ചുപോയി. ഹൃദയം കഠിനപ്പെട്ട് മരവിച്ച ഹൃദയം. അങ്ങനെ പലർക്കും ഇരിക്കാം, പുറമെ മറ്റു കാര്യങ്ങളൊക്കെ നടത്താം. ഹൃദയം കഠിനപ്പെട്ടാലും എന്തൊക്കെ നടത്താം? എന്ത് ചെയ്യാം? പ്രസംഗിക്കാൻ പറ്റും, പാട്ട് പാടാൻ പറ്റും, നല്ല വാചകത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും, കരയുന്നത് പോലെയൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ ഹൃദയത്തിൽ ആ ഒരു അസ്വസ്ഥത നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ നാശത്തിലേക്ക് പോകും. നമുക്ക് ദിവസത്തിൽ അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിക്കാം. ഈ കർത്തവേഷ ശുശ്രൂഷയിൽ ഏറ്റവും യോഗ്യമായി പങ്കെടുക്കുന്നതിന് വേണ്ടി ആരോഗ്യമുള്ളവർക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. ഏകാഗ്രത കിട്ടുന്നതിന് വേണ്ടിയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത്. നമ്മളിതിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ വചനത്തിന് ഭാഗം നമുക്ക് പരിശോധിക്കാം. ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ ഇതെനിക്കുള്ളതാണെന്നുള്ള വിചാരത്തോടുകൂടി നമുക്ക് ഏറ്റെടുക്കാം. ഇത് മറ്റൊരാൾക്ക് വേണ്ടിയല്ല, എന്നോടാണ് സംസാരിച്ചതെന്നുള്ള വിശ്വസിക്കാം. എന്നോടാണ്, എന്റെ അനുഭവമാണ്. നിങ്ങളൊരു സൗരഭ പങ്കുവയ്ക്കുമ്പോൾ ഇവിടെ ഞാൻ ഓരോരുത്തരും പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയിട്ടുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഒരു തിയറി പറയുകയല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. ഒരു തത്വജ്ഞാനം വിളമ്പുകയല്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റാം. ദൈവവചനത്തിന്റെ കേൾവിയെ എന്റെ ആത്മീയ വർദ്ധനവിന് വേണ്ടിയാണെന്നുള്ള വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. നമുക്ക് സത്യസന്ധതയുള്ളവരായിരിക്കാൻ ദിവസത്തിന്റെ നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. എല്ലാവരും പ്രാർത്ഥനയിൽ അല്പസമയം ചെലവഴിക്കുക. തന്നെത്താൻ പരിശോധിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനുള്ള ഒരു സമയമാണ്. മനുഷ്യന്റെ മുമ്പാകെ അല്ല, ഹൃദയങ്ങളെയും ഹൃദയത്തിന്റെ ചിന്തകളെയും നിലവുകളെയും അറിയുന്ന ദൈവത്തിന് മുമ്പാകെ, നമ്മുടെ ഹൃദയത്തിന്റെ രഹസ്യങ്ങളെയും നിരൂപണങ്ങളെയും അറിയുന്ന ദൈവത്തിന് മുമ്പാകെയാണ്. ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ പകരാം. സത്യസന്ധതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചെല്ലാം. ഇന്ന് നമുക്ക് അവസരമുണ്ട്. ആ നാളിൽ കർത്താവിന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവെ എന്ന് വിളിക്കുമ്പോൾ അറിയത്തില്ല എന്ന് പറയുന്നത് കേൾക്കാതിരിക്കാൻ ഇന്ന് നമുക്ക് മടങ്ങി വരുവാനും മാനസാന്തപ്പെടുവാനും അവസരമുണ്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നത് വിളി കേൾക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് മാനസാന്തപ്പെടാം. ഏത് ദൈവാത്മാവ് കാണിച്ചു തരുന്ന കാര്യങ്ങളെ ഏറ്റുപറയാം. നമ്മൾ ഗൗരവമുള്ളവരായിരിക്കണം, സത്യസന്ധമുള്ളവരായിരിക്കണം. പ്രാർത്ഥനയിൽ ചെലവഴിക്കാവുന്ന ദൈവവുമായിട്ട് ഇടപാടുള്ളവരായിരിക്കുക. ഈ കൃതമേശാശുശ്രൂഷയിൽ ഏറ്റവും യോഗ്യമായി പങ്കെടുക്കുന്നതിന് ആ വചനപ്രകാരം, ദൈവവചന കൽപ്പന പ്രകാരം നമ്മളെ തന്നെത്താൻ ശോധന ചെയ്യുന്ന ഒരു സമയമാക്കി മാറ്റാം. തന്നെത്താൻ ശോധന ചെയ്തിട്ട് ഏറ്റവും യോഗ്യമായി നിന്ന് പങ്കെടുക്കുന്നുള്ള കൽപ്പന നമുക്ക് അനുസരിക്കാം. നമ്മളെ തന്നെ പരിശോധിക്കാം. വചനത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കാം. മറഞ്ഞു കിടക്കുന്ന, പെട്ടെന്ന് കാണാൻ പറ്റാത്ത, പ്രകടമല്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് തിരിച്ചറിയാം. അത് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതാണ്. അതെ, നമ്മൾ ഇങ്ങനെ ഭയത്തോടെ കാണണമെന്ന്. ഒരു നിമിഷം കൊണ്ട് അഗ്നിമയനായിരുന്ന ദൈവദൂതൻ ഒറ്റ നിമിഷം കൊണ്ട് വീണുപോയെങ്കിൽ, അവന്റെ ഹൃദയത്തിലെ എണ്ണകളും അവന്റെ ഹൃദയത്തിലെ മത്സരവും ഒരു നിമിഷം കൊണ്ട് അവനെ താഴോട്ട് താഴ്ത്തിയെങ്കിൽ, അവനെ നാശത്തിലേക്ക് തള്ളിവിട്ടെങ്കിൽ, നമ്മൾ എത്രയധികം ഭയത്തോടെ കാണണം. ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് സംഭവിക്കുന്ന അപകടം എന്താണ്? ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം ദൈവത്തിന്റെ ശത്രുവായി തീരുകയാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന്റെ ശത്രുവാകുവാൻ തീരുന്നുള്ളത് ഭയത്തോടെയും ഗൗരവത്തോടെയും കാണാം. നമ്മളിലുള്ള ലോകത്തോടുള്ള കോംപ്രമൈസ്, ഒത്തുതീർപ്പ്
എത്ര വലുതാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ, ലോകത്തിൽ ഇടപെടുമ്പോൾ, ലോകത്തിലുള്ളവരുമായിട്ട് പല കാര്യങ്ങളും ഇടപെടുമ്പോൾ അവിടെ നിന്ന് നമ്മൾ അവരെ ഒന്ന് ഉപേക്ഷിച്ച് നമ്മളേതാണ്ട് ഒരു സന്യാസത്തിലേക്ക് പോകുന്നല്ല. അവിടെ നമ്മൾ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്നാണോ എന്നുള്ളതാണ്. അത് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവസ്വീ പിതാവേ, പ്രിയ കർത്താവേ, ഈ രാവിലെ സമയം അവിടുത്തെ വചനങ്ങൾക്കായിട്ട് സ്തോത്രം. അതേ കർത്താവെ, വീണ്ടും ഈ കർത്തൃ ശുശ്രൂഷയ്ക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ പരിശോധിക്കുവാനും തന്നെ താൻ ശോധന ചെയ്തുകൊണ്ട് യോഗ്യതയോടെ ഇതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം വചനത്തിന്റെ ഒരു പരിശോധന ഞങ്ങൾ നൽകിയതിനായിട്ട് സ്തോത്രം. അതേ കർത്താവെ, വചനത്തെ കർത്താവെ ഒരു അറിവായിട്ട് ഏറ്റെടുക്കാതെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഒരു ആത്മപരിശോധനയുടെ സമയമാക്കി മാറ്റിയതിനായിട്ട് സ്തോത്രം. അത് കർത്താവെ ഇന്നത്തെ ഒരു ദിവസത്തെ ഒരു കാര്യമായിട്ടല്ല കർത്താവെ, തുടർമാനം കർത്താവെ എപ്പോഴും അങ്ങനെ കഴിവിൽ തന്നെ നിൽക്കുവാൻ, എപ്പോഴും ഞങ്ങളെ തന്നെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുവാനുള്ള ഒരു തിരിച്ചറിവ് ഞങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുക്കമുള്ളവരായിട്ട് എപ്പോഴും നിൽക്കുവാൻ നിങ്ങളെ സഹായിക്കണമേ. അതേ കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവിടെ ചെയ്യാൻ പോകുന്നുണ്ട് സ്തോത്രം. അതേ കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, അതേ കർത്താവ് അതിന്റെ ഓർമ്മക്കാതെ ഞങ്ങൾ ഇന്ന് ക്രിസ്തുവിന്റെ ശസ്ത്രത്തിൽ പങ്കെടുക്കുമ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച രക്ഷയെ ഞങ്ങൾ ഒരിക്കൽ കൂടെ അനുഭവിച്ചുകൊണ്ട് പുതുക്കിക്കൊണ്ട് ആ ഉറപ്പോടെ ഞങ്ങൾ ഇന്ന് പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കർത്താവെ, ആരും കർത്താവെ നിരാശപ്പെട്ടു പോകാനിടയാകാതെ വന്നു, സംശയിച്ചു പോകാനിടയാകാതെ വന്നു. കർത്താവ് ഇപ്പോൾ തന്നെ എല്ലാവരെയും ഉത്സാഹിപ്പിക്കണമേ. അതേ കർത്താവെ, ആത്മപരിശോധന നടത്തി അത് നൽകുന്ന ധൈര്യത്തോടെയും പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും ആ കൂടുതൽ കഴിയുന്നതിന്റെ ആ ഒരു അനുഭവത്തോടെയും എല്ലാവർക്കും പകർന്നുകൊണ്ടിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കേവലം ഒരു ചടങ്ങായിട്ടല്ല, പരിപാടിയായിട്ടല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കാൽവരിയുടെ ആ അനുഭവം ഒരിക്കൽ കൂടെ പുതുക്കിക്കൊണ്ട് ഇന്നിൽ നിന്ന് പങ്കെടുക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഏറ്റവും അനുഭവപ്രദമായി അവരുടെ ശുശ്രൂഷ നടത്താൻ പോകുന്നുണ്ട് സ്തോത്രം. എല്ലാം മഹത്വമേക്ക് നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.